everyone, welcome back to my channel Sharing Knowledge. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടാലി പ്രൈമിൽ പർച്ചേസ് വൗച്ചർ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് എന്നാണ്. ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും എൻ്റർ ചെയ്യുന്നത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ടാലി ആദ്യമായി പഠിക്കുന്നവർക്കും കൂടെ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ആദ്യം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രാക്ടിക്കലിലേക്ക് കിടക്കാം. ക്യാഷ് പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് നടക്കുന്ന സമയത്ത് തന്നെ ക്യാഷ് പേ ചെയ്യുന്നതാണ് ക്യാഷ് പർച്ചേസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിലോ മറ്റൊരു ഡേറ്റിലേക്ക് എമൗണ്ട് കൊടുക്കുന്നത് മാറ്റിവെക്കുന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ബിഗിനേഴ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഓർത്തിരിക്കേണ്ടത് ആരിൽ നിന്നാണോ നമ്മൾ കടമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ പാർട്ടിയെ അവിടെ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു അക്കൗണ്ടിനെ അവിടെ ഓർത്തിരിക്കുക എന്നുള്ളതാണ്. സോ ക്യാഷ് പർച്ചേസ് ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹15,000 എന്ന ട്രാൻസാക്ഷന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പർച്ചേസ് ചെയ്തത്? ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തത്. കമ്പനിയിലേക്ക് ഗുഡ്സ് വന്നു, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. വന്നതിനെ ഡെബിറ്റും പോയതിനെ ക്രെഡിറ്റും ചെയ്യുന്നു എന്ന കൺസെപ്റ്റിൽ നമ്മൾ പർച്ചേസിനെ ഡെബിറ്റും ക്യാഷിനെ ക്രെഡിറ്റും ചെയ്യുന്നു. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇവിടെ നമുക്ക് ഗുഡ്സ് ആണല്ലോ വന്നത്, അപ്പോൾ ഗുഡ്സിനെ അല്ലേ ഡെബിറ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഓർത്തിരിക്കുക, നമ്മൾ ഗുഡ്സിനെ ഒരു അക്കൗണ്ട് ആയിട്ട് എടുക്കാറില്ല, പർച്ചേസിനെയാണ് നമ്മൾ ഒരു അക്കൗണ്ട് ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പർച്ചേസ് നമ്മൾ ഡെബിറ്റിലും ക്യാഷ് ക്രെഡിറ്റിലും കൊടുക്കുന്നു. ഓക്കെ, നോക്കിയ ക്രെഡിറ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അരുൺ ₹8,000 എന്നതാണ്. ഇവിടെ രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് പർച്ചേസും മറ്റൊന്ന് അരുണുമാണ്. ആരിൽ നിന്നാണോ കടമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് അയാളാണ് ഒരു അക്കൗണ്ട് ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. സോ ഇവിടുത്തെ ജേർണൽ എൻട്രി വരുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ അക്കൗണ്ട് എന്നാണ് വരുന്നത്. പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റും അരുൺ എന്ന് പറയുന്ന പാർട്ടി അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റും ആണ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. മറ്റൊരു ടിപ്പും കൂടി ഇവിടെ ഓർത്തിരിക്കുക. പർച്ചേസ് നടക്കുമ്പോൾ നമ്മുടെ കമ്പനിയിൽ എപ്പോഴും എക്സ്പെൻസ് ആണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ അക്കൗണ്ടിങ് റൂൾ അനുസരിച്ച് നമ്മളെപ്പോഴും എക്സ്പെൻസിന് ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ടാലി പ്രൈമിൽ എൻ്റർ ചെയ്യാൻ ഈ രണ്ട് ട്രാൻസാക്ഷൻസിലും ആവശ്യമായിട്ടുള്ള നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ? നോക്കി, ഇവിടെ പർച്ചേസും ക്യാഷും ഉണ്ട്, ഇവിടെയും അതുപോലെ പർച്ചേസും അരുണും ഉണ്ട്. സോ നമുക്ക് ഈ രണ്ട് ട്രാൻസാക്ഷൻസും ഒരു കമ്പനിക്ക് അകത്താണ്. ടാലി പ്രൈമിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനിക്കുള്ളിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? നോക്കി, ഇവിടെ പർച്ചേസും ക്യാഷും ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടാലി പ്രൈമിൽ എപ്പോഴും ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടാലി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ക്യാഷും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ പർച്ചേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജർ നെയിം പർച്ചേസ് ആണ്, അതിന്റെ അണ്ടർ വരുന്നത് പർച്ചേസ് ആണ്, പർച്ചേസ് തന്നെയാണ് അതിന്റെ അണ്ടറും വരുന്നത്. നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസും അരുണും. സോ പർച്ചേസ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഒരു കമ്പനിക്കുള്ളിൽ ഒരു പ്രാവശ്യം ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തെങ്കിൽ വീണ്ടും അതൊരു പ്രാവശ്യം കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഓൾറെഡി പർച്ചേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഈ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കൂടെ ലെഡ്ജറിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നോക്കാം, അരുൺ നോക്കാം. അരുൺ എന്നുള്ള പാർട്ടിയാണ്. ഈ പാർട്ടി അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിഗിനേഴ്സ് ആണെങ്കിൽ ഓർക്കുക, പർച്ചേസ് നടക്കുന്ന സമയത്ത് നമ്മൾ അരുൺ എന്ന വ്യക്തിയിൽ നിന്നും സാധനങ്ങൾ കടമായി മേടിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ള ആളാണ് അരുൺ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ്ങിൽ ക്യാഷ് കൊടുക്കാൻ ഉള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, പർച്ചേസ് നടക്കുമ്പോൾ നമ്മൾ ക്യാഷ് ആ കടമായിട്ടാണ് സാധനങ്ങൾ മേടിച്ചതെങ്കിൽ ആ വ്യക്തിക്ക് ക്യാഷ് നമ്മൾ കൊടുക്കണം. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ കുറിക്കുന്ന പേര് ഓർത്തിരിക്കുക, സൺട്രി ക്രെഡിറ്റർ. അപ്പൊ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലെഡ്ജർ നെയിം അരുൺ എന്നുള്ളതും അണ്ടർ എന്ന് പറയുന്നത് സൺട്രി ക്രെഡിറ്റർ എന്നും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ടാലിയിൽ എൻ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വൗച്ചർ എന്ന് പറയുന്നത് പർച്ചേസ് വൗച്ചർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, പർച്ചേസ് വൗച്ചർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതിന്റെ നമുക്ക് ഷോർട്ട് കട്ട് എന്താണ്? F9 ആണ് അതിലെ ഷോർട്ട് കട്ട്. ഓക്കെ, നമുക്കിത് ടാലി പ്രൈമിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് ടാലി പ്രൈം ഓപ്പൺ ചെയ്തിരിക്കുമ്പോൾ ഉള്ള വിൻഡോയാണ് നമ്മൾ ഈ സ്ക്രീനിൽ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. ടാലിയിൽ ആദ്യം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അതിന്റെ കറണ്ട് പീരീഡ് മാറ്റുക, കറണ്ട് ഡേറ്റ് മാറ്റി കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ എപ്പോഴും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ ടാലിയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് പീരീഡും ചേഞ്ച് ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയാത്തവർ ഈ ഒരു വീഡിയോയുടെ തന്നെ പാർട്ട് ഫസ്റ്റ് നോക്കുക. ആ പാർട്ട് ഫസ്റ്റിനുള്ളിൽ വ്യക്തമായിട്ട് ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം ലെഡ്ജറിലേക്ക് വരിക. ഓക്കെ, സോ ഈ രണ്ട് ട്രാൻസാക്ഷൻസും നമുക്ക് എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗേറ്റ്വേ ഓഫ് ടാലി എന്നതിൽ ക്രിയേറ്റ് എന്ന ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അക്കൗണ്ടിംഗ് മാസ്റ്റേഴ്സിന്റെ അണ്ടറിൽ ലെഡ്ജർ എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നെയിം എന്നുള്ളിടത്ത് പർച്ചേസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, എഗെയിൻ എൻ്റർ കീ കൊടുക്കുക. നോക്കിയ ആലിയാസ് എന്നെഴുതിക്കുന്നതിന് അവിടെ കഴ്സർ വരും. ഒരു പ്രാവശ്യം കൂടെ കീബോർഡിൽ എൻ്റർ കീ കൊടുക്കുക. അണ്ടർ കണ്ടോ, നമ്മളിവിടെ സെലക്ട് ആയി. പർച്ചേസിന്റെ അണ്ടർ എന്താണ്? നേരത്തെ പറഞ്ഞതനുസരിച്ച് പർച്ചേസ് തന്നെയാണ്. കീബോർഡിലെ പി എന്ന ലെറ്റർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ വലത് സൈഡില് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ്, അതായത് നമുക്ക് ടാലിക്കകത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഡ്ജർ ഹെഡ്സ് ആണ് ഇതെല്ലാം. അതിൽ നിന്നും പർച്ചേസ് അക്കൗണ്ട്സ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക കീബോർഡിൽ. ബാക്കി നമുക്കെല്ലാം എൻ്റർ കീ കൊടുക്കുക, സ്കിപ്പ് ചെയ്യുക. ഓക്കെ, മെയിലിംഗ് ഡീറ്റെയിൽസ് എല്ലാം, അതുപോലെ ബാങ്കിങ് ഡീറ്റെയിൽസും, നമുക്കൊരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ അതെല്ലാം ഡീറ്റെയിൽസ് കൊടുക്കുക. നമുക്കത് ലേണിംഗ് വെർഷൻ ആയതുകൊണ്ട് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. എൻ്റർ കീ കൊടുക്കുക. അക്സെപ്റ്റ് ബട്ടൺ വരുന്നത് വരെ എൻ്റർ കീ കൊടുക്കുക. ശേഷം നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക. കണ്ടല്ലോ, അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഏത് ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്? അരുൺ എന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ടി ലെഡ്ജറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഓക്കെ, അരുൺ എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കണ്ടോ, നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജർ ഏതാണ്? അരുൺ. അണ്ടർ ഏതാണ്? സൺട്രി ക്രെഡിറ്റർ. അപ്പൊ നോക്കിയാൽ നമുക്കത് നോക്കാം. അപ്പൊ നെയിം അരുൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കീബോർഡിൽ നിന്ന്. ദെൻ എൻ്റർ കീ കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടെ എൻ്റർ കീ കൊടുക്കുമ്പോൾ അണ്ടർ എന്ന സെക്ഷനിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റും. അവിടെ നിന്നും സൺട്രി ക്രെഡിറ്ററിന്റെ കീബോർഡിലെ എസ് എന്ന ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ നിന്നും നോക്കി ഇവിടെ നമുക്ക് കാണാം സൺട്രി ക്രെഡിറ്റർ ഉണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ശേഷം എൻ്റർ കീ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനത് സ്കിപ്പ് ചെയ്യുവാണ്. നമുക്ക് രണ്ട് ലെഡ്ജറും ഈ ഒരു രണ്ട് ട്രാൻസാക്ഷൻസ് കൊടുക്കാൻ ആവശ്യമായ രണ്ട് ലെഡ്ജറും നമ്മളിപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വിൻഡോയിലേക്ക് പോകണം. കീബോർഡിലെ എസ്കേപ്പ് കീ കൊടുത്ത് ബാക്ക് വിൻഡോയിലേക്ക് പോവാം. ഞാൻ 2 പ്രാവശ്യം എസ്കേപ്പ് കീ കൊടുത്തപ്പോഴാണ് ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പറഞ്ഞിരുന്ന ഈ വിൻഡോയിലേക്ക് എത്തിയത്. ഓക്കെ, നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന ലെഡ്ജർ ക്രിയേറ്റ് ആയൊന്ന് കാണണ്ടേ? നമുക്ക് അങ്ങനെ ഒന്ന് കാണാം. ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഓൾട്ടർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കി നമ്മൾ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത രണ്ട് ലെഡ്ജേഴ്സ് നോക്കി അരുണും പർച്ചേസും. ബാക്കി ലെഡ്ജേഴ്സ് എല്ലാം ഓൾറെഡി അവിടെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ക്യാഷ് അവിടെ ഉണ്ട്. നോക്കിയേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, ഓൾറെഡി അവിടെ ഉള്ളതാണ്. നമുക്ക് ബാക്കി ലെഡ്ജേഴ്സ് ക്യാപിറ്റലും ക്യാഷും അതുപോലെ ഫർണിച്ചറൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, അരുണും പർച്ചേസുമാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ അക്കൗണ്ട്സ്. ഓക്കെ, എഗെയിൻ ബാക്കിലേക്ക് വരിക. എസ്കേപ്പ് കീ കൊടുത്ത് 2 പ്രാവശ്യം എസ്കേപ്പ് കീ കൊടുത്തപ്പോൾ ദ ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പറഞ്ഞിരിക്കുന്ന വിൻഡോയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? വൗച്ചേഴ്സ് കൊടുക്കണം അല്ലേ? ഗേറ്റ്വേ ഓഫ് ടാലി എന്ന വിൻഡോയിൽ വൗച്ചേഴ്സ് എന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാം അക്കൗണ്ടിംഗ് വൗച്ചർ ക്രിയേഷൻ എന്ന ഒരു വിൻഡോ നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വൗച്ചർ ഏതാണ്? പർച്ചേസ് വൗച്ചർ ആണ് അല്ലേ? അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വലതുവശത്ത് കാണുന്ന ഈ ഒരു ബട്ടൺ പാനൽ കണ്ടോ? ഈ കോൺട്രാ പേയ്മെന്റ് റെസിപ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ നിന്നും പർച്ചേസ് എന്ന വൗച്ചർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഓക്കെ, അക്കൗണ്ടിംഗ് വൗച്ചർ ക്രിയേഷൻ എഴുതിയിരിക്കുന്നത് കണ്ടോ? അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ പർച്ചേസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ 2 ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ സാധാരണ ഈ അക്കൗണ്ടിംഗ് വൗച്ചർ എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും DR അല്ലെങ്കിൽ CR എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇവിടെ കാണിക്കുക. ഇപ്പോൾ ഇതിവിടെ ഉണ്ടോ? അങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ അകത്തില്ല. കാരണം ഇതിപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് ഇൻവോയ്സ് മോഡാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ടാലി നമുക്ക് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ആയിരിക്കുന്ന മോഡ് ഇൻവോയ്സ് മോഡാണ്. അതായത് ഗുഡ്സ് ഒക്കെ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻവോയ്സ് മോഡാണ്. അപ്പം നമുക്കത് മാറ്റി പഴയതുപോലെ വൗച്ചർ മോഡാക്കി മാറ്റണം. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, പർച്ചേസോ സെയിൽസോ പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ടിങ്, അതായത് ഗുഡ്സ് ഇല്ലാതെ അക്കൗണ്ട്സ് മാത്രമാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ
ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും ഇല്ലാതെ വന്നാൽ അതെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വലത് സൈഡിലെ ഈ ഒരു ബട്ടൺ പാനലിൽ നിന്നും ചേഞ്ച് മോഡ് കണ്ടോ, ആ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുക. നോക്കി അതിനുശേഷം നോക്കി ഇതിൻ്റെ ഉള്ളിൽ നോക്കി അസ് വൗച്ചർ മോഡ് ഓപ്പൺ ചെയ്യുക. അസ് വൗച്ചർ മോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നോക്കി ക്രെഡിറ്റ് എന്നുള്ള ഒരു വിൻഡോ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ സപ്ലയർ ഇൻവോയ്സ് നമ്പർ നമുക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സപ്ലയർ ഇൻവോയ്സ് നമ്പറും ഡേറ്റോ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യുന്നത് എൻ്റർ കീ കൊടുക്കാം. നോക്കി ഇവിടെ ക്രെഡിറ്റിലോട്ട് നമ്മളെ കഴ്സർ വന്നു. അപ്പൊ നമുക്ക് ട്രാൻസാക്ഷൻ എന്താണ് നമ്മൾ ആദ്യം നോക്കിയത്, ട്രാൻസാക്ഷൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത് കണ്ടോ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളതാ. ഇവിടെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത്, അതായത് ക്രെഡിറ്റിൽ ക്യാഷും ഡെബിറ്റിൽ പർച്ചേസും ആണ് അല്ലേ. നോക്കി നമുക്കത് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ഇപ്പൊ ക്രെഡിറ്റിൽ ഏതാ വേണ്ടത്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നുള്ളതാണ്. അപ്പൊ നോക്കി ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് കണ്ട വലത് സൈഡിൽ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ നിന്നും ക്യാഷ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. റെസിപ്റ്റ് ഡീറ്റെയിൽസ് വന്നു. നമുക്ക് പഠിക്കുന്നത് മാത്രമായതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. എൻ്റർ കീ കൊടുത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. നോക്കി പാർട്ടി ഡീറ്റെയിൽസും ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. കണ്ടോ, നോക്കി ക്രെഡിറ്റിൽ നമ്മൾ എമൗണ്ട് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എമൗണ്ട് കൊടുക്കുവാണ്, 15,000 എന്നുള്ളൊരു എമൗണ്ട്. കണ്ടോ, ദെൻ എൻ്റർ കീ കൊടുത്തു. നെഗറ്റീവ് ക്യാഷ് കാണിച്ചു, കാരണം ഓൾറെഡി ക്യാഷ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, ഞാൻ പഠിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ എൻ്റർ ചെയ്തിരിക്കുന്നത്. അവിടെ ഡൗട്ട് വരണ്ട. ഓക്കെ, ദെൻ ഡെബിറ്റിൽ എന്താ വരേണ്ടത്, പർച്ചേസ് ആണ് വരേണ്ടത്. ഓക്കെ, ജസ്റ്റ് പർച്ചേസ് ക്ലിക്ക് ചെയ്തു. പർച്ചേസിന്റെ എമൗണ്ട് അവിടെ ഓൾറെഡി വന്നു. വീണ്ടും എൻ്റർ കീ കൊടുക്കുക. നറേഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതായത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് നറേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല. എഗെയിൻ എൻ്റർ കീ കൊടുത്തു. അക്സെപ്റ്റ് ബട്ടൺ അവിടെ വന്നു. നമ്മൾ ഇതിന് അക്സെപ്റ്റ് ചെയ്തു. എൻ്റർ കീ കൊടുത്തു അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ഇതിനുള്ളിൽ എൻ്റർ ആയി കഴിഞ്ഞു. സോ പർച്ചേസ്ഡ് ഗുഡ്സ് എന്നുള്ള എപ്പോഴും വൗച്ചർ എൻ്റർ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാനുള്ളത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളത്. ഇത് നമുക്ക് വേണ്ടത് എന്താണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആ വ്യക്തിയുടെ പേരാണ് അല്ലെ, പാർട്ടിയാണ്, അതായത് ക്രെഡിറ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ഇനി കൊടുക്കാനുള്ളത്. ഇവിടെ ഡെബിറ്റിൽ പർച്ചേസും ക്രെഡിറ്റിൽ അരുൺ എന്ന പാർട്ടിയുമാണ്. അത് കൊടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, വീണ്ടും ഞാൻ എൻ്റർ കീ കൊടുത്ത് നമുക്കിത്, അതായത് ഇവിടെ നിൽക്കുന്നത് പർച്ചേസ് വൗച്ചർ തന്നെയാണ് നമ്മളിവിടെ നിൽക്കുക, അത് കൺഫേം ചെയ്യുക. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ നമ്മൾ എൻ്റർ കീ കൊടുത്തു. ക്രെഡിറ്റിലേക്ക് വന്നു. നമ്മുടെ ട്രാൻസാക്ഷൻ എന്താണ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ അക്കൗണ്ട് എന്നുള്ളതാണ്. അതായത് ക്രെഡിറ്റിൽ ആരാ, അരുൺ ആണ് ക്രെഡിറ്റിൽ കൊടുക്കാനുള്ളത്. സോ നമ്മൾ ക്രെഡിറ്റിൽ ഈ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ നിന്നും അരുൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇവിടെയും അതുപോലെ റെസിപ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുവാണ്. പാർട്ടി ഡീറ്റെയിൽസും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, ഞാൻ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ അരുണിലേക്ക് എമൗണ്ട് എത്രയാണോ എമൗണ്ട് അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ നോക്കി 8,000 എമൗണ്ട് കൊടുത്തു. എൻ്റർ കീ കൊടുത്തു. വീണ്ടും ഡെബിറ്റിലേക്ക് കഴ്സർ വന്നു. എന്താണ്, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ അക്കൗണ്ട്. ഡെബിറ്റിൽ പർച്ചേസ് ആണ്, നമ്മൾ വീണ്ടും പർച്ചേസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. എമൗണ്ട് അവിടെ ഓൾറെഡി വന്നു. എൻ്റർ കീ കൊടുക്കുക. നറേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അക്സെപ്റ്റ് ബട്ടൺ വന്നു. കീബോർഡിൽ എൻ്റർ കീ കൊടുത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. സോ ഇങ്ങനെയാണ് പർച്ചേസിലെ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും നമുക്ക് വൗച്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇനി ബാക്ക് ഇറങ്ങി ഇതിന്റെ ബാക്ക് വന്നിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വരാം. എസ്കേപ്പ് കീ കൊടുക്കുക കീബോർഡിൽ. ഇന്നൊരു പ്രാവശ്യം എസ്കേപ്പ് കീ കൊടുത്തപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന വിൻഡോയിലേക്ക് നമ്മൾ തിരികെ വന്നു. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എൻ്റർ ആയോ എന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് ഡേ ബുക്ക് ഒന്ന് നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡേ ബുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നോക്കി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻസ് 2 പർച്ചേസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, വൗച്ചർ ടൈപ്പ് പർച്ചേസ്. നോക്കിയ പർട്ടിക്കുലേഴ്സിൽ ക്യാഷ് ഉണ്ട്, നമ്മൾ കൊടുത്തിരിക്കുന്ന 15,000 എമൗണ്ടും ഉണ്ട്. രണ്ടാമത്തത് ക്രെഡിറ്റ് പർച്ചേസ്, വൗച്ചർ ടൈപ്പ് പർച്ചേസ്. പർട്ടിക്കുലേഴ്സിൽ അരുൺ ആണ്, കാരണം നമ്മൾ സൺഡേ ക്രെഡിറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ, അതായത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. സോ 2 ട്രാൻസാക്ഷൻസും ഇവിടെ ഉണ്ട്. ഈ ട്രാൻസാക്ഷൻസ് നമുക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും, അതായത് ഇപ്പോൾ നമുക്ക് ഡെബിറ്റോ ക്രെഡിറ്റോ ഒന്ന് മാറിപ്പോയാലോ, അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് ഒന്ന് മാറിപ്പോയാലോ, അതിനൊന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ടാലി പ്രൈമിൽ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത ഒരു ട്രാൻസാക്ഷൻ എഡിറ്റ് ചെയ്യാൻ ഡേ ബുക്ക് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടോ, കഴ്സർ അവൈലബിൾ ആണ്, നമുക്ക് അവിടെ നിന്ന് മാറ്റങ്ങൾ വരുത്തി പഴയതുപോലെ എടുക്കാം. ഓക്കെ, then അതിനുശേഷം നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ച് സേവ് ചെയ്യാം. മാറ്റങ്ങളൊന്നും തന്നെ. ഇങ്ങനെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നത്. ഒരു എൻട്രി നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വൗച്ചർ ടൈപ്പ് നമുക്ക് വേണ്ട, നമ്മൾ എങ്ങനെ കളയും, അത് ഡബിൾ ക്ലിക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം
കീബോർഡിലെ ഓൾട്ട് ALT എന്ന് എഴുതിയിരിക്കുന്ന ഓൾട്ടും ഡിയും ആയിട്ടുള്ള ആ ഒരു കീ കോമ്പിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വൗച്ചർ ഡിലീറ്റ് ചെയ്തതായിട്ട് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓൾട്ട് ഡി ഞാനിപ്പോൾ കൊടുത്തു, കണ്ടോ ഡിലീറ്റ് കാണിക്കുന്നത്? യെസ് കൊടുത്താൽ അത് ഡിലീറ്റ് ആയിട്ട് പോകും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് കൊടുക്കുന്നില്ല, ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്യാഷ് പർച്ചേസ്, രണ്ട് പർച്ചേസുകൾ, അതായത് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ടാലി പ്രൈമിൽ വൗച്ചറിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നോ അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഇൻ ഏതെങ്കിലും ഒരു പാർട്ടി അക്കൗണ്ട് എന്നോ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് വൗച്ചറിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ബെൽ ബട്ടൺ കൂടെ കൊടുത്താലേ, ഓൾ കൊടുത്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.